ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എൻ്റെ കയ്യിലൊരു റോസ്മേരി ഉണ്ട്. ആ റോസ്മേരിയെ ഇന്ന് ഞാനൊരു തണ്ട് മുറിച്ച് കുത്തി കഴിഞ്ഞപ്പോൾ അത് വേര് പിടിച്ചു. അപ്പോൾ അത് പറയാനും നിങ്ങളത് എങ്ങനെയാണ് എന്ന് പറയാനും കാണിക്കാനും ഒക്കെ ആയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയുമായിട്ട് വന്നത്. അപ്പം ഞാൻ എൻ്റെ റോസ്മേരി ചെടിയിൽ നിന്നും ഇങ്ങനെ ഒരു തണ്ടാണ് പറിച്ച് ഞാൻ വേറൊരു ചട്ടിയിൽ വെച്ചത്. വെച്ച് 15ാമത്തെ ദിവസം ഇന്ന് ഞാനൊന്ന് രാവിലെ അത് പൊക്കി നോക്കിയപ്പോഴത്തേക്കും അതിന് വേര് പിടിച്ചു. അപ്പം അതാണ് ഞാനിപ്പോൾ ഇത് കാണിക്കാറ്. അപ്പം ഞാൻ കട്ട് ചെയ്തത് ആ റോസ്മേരിയിൽ നിന്നാട്ടോ. ഞാനത് ആ റോസ്മേരി വെക്കുന്നതും അതിനെപ്പറ്റി ഞാൻ വീഡിയോ ആദ്യമേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് തന്നെ എനിക്ക് വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു വേര് പിടിച്ചത് ഈ റോസ്മേരി എന്ന് പറയുന്ന ചെടി ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും തന്നെ അറിയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും റോസ്മേരി വാട്ടർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റോസ്മേരി ഒരു വിദേശ ചെടിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ല അസലായിട്ട് വളരുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ ഒരു തണ്ട് കട്ട് ചെയ്ത് കുത്തിയിട്ട് ഇന്ന് 15ാമത്തെ ദിവസമേ ആയുള്ളൂ. 15ാമത്തെ ദിവസം തന്നെ അതിന് വേര് പിടിച്ചെനിക്ക് കിട്ടി. അപ്പം അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്നോർത്തു. അപ്പം ഈ റോസ്മേരി ഞാൻ വേറൊരു ചട്ടിയിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഒരു മുൻകൂട്ടി നേരത്തെ നിശ്ചയിച്ചൊന്നും ഒരു കാര്യമല്ലായിരുന്നു. ജസ്റ്റ് ഇന്നൊന്ന് ചെറുതായി ചെന്ന് നോക്കിയപ്പോൾ ഇത് എനിക്ക് തോന്നി, എനിക്ക് നാമ്പെടുത്തതുപോലെ തോന്നിയപ്പോഴത്തേക്കും എൻ്റെ ആവേശം കൊണ്ട് അതിനെ ഞാനൊന്ന് പൊക്കി നോക്കിയപ്പോൾ വേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് അതിനെ വേറൊരു ചട്ടിയിലോട്ട് നമുക്ക് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ കരിയില നിറച്ചെടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ വേര് പിടിക്കുന്ന ചെടികളൊക്കെ എന്ത് വെച്ചാലും ഞാനിങ്ങനെ കരിയില ഇട്ട് വെക്കും കേട്ടോ. അത് പണ്ട് പോലെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കരിയില നിറച്ചിട്ടിട്ട് അതിനകത്ത് ലേശം മണ്ണിട്ടിട്ട് അതിനകത്തൊരു വലിയ കുഴി ഉണ്ടാക്കി ഈ അതിൻ്റെ വേരിനൊരു ക്ഷതവും സംഭവിക്കാത്ത രൂപത്തിലായിരിക്കും ഞാൻ വെക്കുന്നത്. ഇങ്ങനെ കരിയില ഇട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിടിക്കാനുള്ള ചെടിയാണെങ്കിൽ അത് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. നല്ല രീതിക്ക് നല്ല വളർച്ച ഉണ്ടാവും ആദ്യം. അപ്പം അതൊരു പരീക്ഷണാടിസ്ഥാനമാണ് കേട്ടോ ഞാനിങ്ങനെ ഇത് വെക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളോട് ഇതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ വരും വീഡിയോസിൽ കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് ഞാൻ അത്യാവശ്യം മണ്ണിട്ടിട്ടുണ്ട്. ഒത്തിരി മണ്ണൊന്നും ഇടില്ല കേട്ടോ, കുറച്ച് മണ്ണ്. എന്നിട്ട് അതിനകത്ത് അതിൻ്റെ ആ വേരുകൾക്ക് പ്രശ്നം വരാത്ത രീതിക്ക് ഞാൻ കുഴിക്കും. ചെറിയ കുഴിയല്ല, ആ വേര് ഇരിക്കത്തക്ക രീതിയിലുള്ളൊരു കുഴി. അപ്പോൾ അതിനകത്ത് മണ്ണ് നന്നായിട്ടൊന്ന് ചെറിയ രീതിക്ക് ഫില്ല് ചെയ്തിട്ട് അതിനകത്തോട്ട് ഞാനത് ഇറക്കി വെക്കും. ചെറിയ രീതിക്ക് മണ്ണ് ഇട്ടും കൊടുക്കും. അപ്പോൾ നമുക്ക് അതിന് വേരിന് വലിയ ക്ഷതമൊന്നും വരാതെ അതവിടെ ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചെടി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരെണ്ണം അല്ല, ഇത് വെച്ച് 15 ദിവസം മുന്നാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചത്. അത് കഴിഞ്ഞ് 5 ദിവസം മുന്നേ ഞാൻ വേറൊരെണ്ണം വെച്ചു. എന്ന് വെച്ചാൽ 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവന് വേര് പിടിച്ചിട്ടുണ്ട്, ഒരു വൃത്തിയായെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഇന്ന് തോന്നി ഒരു 3-4 എണ്ണം കൂടി വേറെ വെച്ച് പിടിപ്പിക്കാമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ആ നിൽക്കുന്ന ചെടി അത്ര വലുതൊന്നും അല്ല എങ്കിൽ പോലും അവത്തിൽ നിന്ന് ഒരു 5 തണ്ട് കട്ട് ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ അവത്തിൽ നിന്ന് ഒരു 5 തണ്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരുവിധം വൃത്തിയായിരുന്ന ചെടിയാണ്. 5 തണ്ടങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ ആകെ ഒന്നും ഇല്ലാത്ത കൂട്ട് ശോഷിച്ച കൂട്ടായിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഞാൻ അവത്തിൽ നിന്ന് 2 എണ്ണം കട്ട് ചെയ്ത് 15 ദിവസം മുന്നേ കട്ട് ചെയ്താണ് വേര് പിടിച്ചത്. 5 ദിവസം മുന്നേ ഞാൻ വെച്ചു എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. അവൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചയും കൂടി കഴിയുമ്പോൾ അവനും വേര് പിടിക്കും. അപ്പോൾ അവനെ നല്ല രീതിക്ക് വെക്കാം. അപ്പം ഞാൻ ഇത് ഒരു 5 തണ്ടോളം ഞാൻ അവത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ ഇത്ര ആവേശം മൂത്ത് നമ്മളിത് കട്ട് ചെയ്യണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ കൈ കിട്ടിയിട്ട്, ഈ ചെടി എൻ്റെ കൈ കിട്ടിയിട്ട് ഒരു 6 മാസത്തോളമായി. 6 മാസത്തോളമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇതിനകത്ത് അത്യാവശ്യം ഇങ്ങനെ ശിഖരങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പം ഞാൻ അവത്തിൽ നിന്ന് ഇലകളുമൊക്കെ എടുത്തിട്ട് റോസ്മേരി വാട്ടർ ഉണ്ടാക്കി ജസ്റ്റ് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും നല്ല രീതിക്ക് തന്നെ എൻ്റെ തലയിൽ ചെറിയ മുടികൾ നല്ല രീതിക്ക് തന്നെ വളരാൻ തുടങ്ങി കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ റോസ്മേരി വാട്ടർ എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഇതിന് നല്ല പ്രയോജനം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 5-8 എണ്ണമൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ഒരു വീട്ടിലോട്ട് നമുക്ക് എപ്പോഴും ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വെച്ച് പിടിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചാട്ടോ. പിന്നെ ആർക്കെങ്കിലും ഇതിനകത്തുനിന്ന് ഇപ്പം ഞാനിത് ഒരെണ്ണം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വീട്ടിലോട്ടാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ സ്വന്തക്കാരൊക്കെ ആണെങ്കിലും എന്നോട് ചോദിക്കും അതിൻ്റെ തൈ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാമല്ലോ എന്നുള്ള വിചാരത്തിലാണ് ഞാനിതിപ്പോൾ വെക്കുന്നത്.
അപ്പം ഞാൻ ഇതിൻ്റെ ഇല പറിച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇല ഞാൻ കറികളിലൊക്കെ ഉപയോഗിക്കും. കറികളിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മീൻ വറുക്കൽ, ചിക്കൻ വറുക്കൽ, പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാട്ടോ. വായിക്കൊരു പുതിയൊരു രുചി കിട്ടിയ കൂട്ട് നമുക്ക് തോന്നും. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങളിത് ഉപയോഗിച്ചാലേ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുള്ളൂ. നല്ലൊരു ഫ്ലേവറാട്ടോ ഇത്. പിന്നെ ഇത് ചുമ്മാ ഇതിൻ്റെ ഇല തിന്നാന്ന് വെച്ചാൽ വായിക്ക് നല്ല ഒരു പൊള്ളലുണ്ടാവും. ഒരു 3-4 ഇലയൊക്കെ എടുത്ത് വായിട്ട് ചവക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മുടെ വായൊന്ന് പൊള്ളും കേട്ടോ. അത്രയ്ക്ക് എഫക്റ്റുള്ളൊരു സാധനമാണ് ഈ റോസ്മേരി ലീഫ്. കണ്ടാലൊരു ചെറിയ നാര് പോലത്തെ ഒരു ഇലയാണ് എങ്കിൽ പോലും നല്ല എഫക്റ്റാണ് ആ സാധനം. അതായത് നമ്മുടെ പുതിനയോ പനിക്കൂർക്കയോ അല്ലെങ്കിൽ മല്ലിയിലയോ ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളൊക്കെ നല്ലൊരു എരിവെന്നല്ല പറയണ, പൊള്ളലുള്ളൊരു സാധനമാണ് ഇതിൻ്റെ ഇല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് നമ്മൾ കറിയിലൊക്കെ ഇടുമ്പോഴത്തേക്കും. അത് മീനൊക്കെ വറുക്കുമ്പോഴത്തേക്കും ഒരു 5-6 ഇല നമ്മൾ മീനിനെ ഉപയോഗിക്കുന്ന മസാലയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ അതിൻ്റെ രുചി അത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കണം, എന്നാലേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ തൈ വെച്ച് പിടിപ്പിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ തൈ വെച്ച് പിടിപ്പിക്കുന്നത് കണ്ടത് ആ ചെടിച്ചട്ടിയുടെ അകത്ത് ഞാൻ ഒരു 5 PVC പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ PVC പൈപ്പിൽ അടിഭാഗം ഓപ്പണാണ്. നമ്മൾ പുട്ടുകുറ്റി എന്ന് പറയല്ലേ, പൊടി ഇട്ട് കഴിഞ്ഞാൽ പുട്ട് നമുക്ക് കുത്തിയെടുക്കാം എന്നുള്ള രൂപത്തിൽ അത് പൊക്കിക്കഴിഞ്ഞാൽ അത് അതിനകത്ത് തന്നെ ഇരിക്കും മണ്ണ്. അപ്പോൾ PVC പൈപ്പിലാണ് ഞാനിങ്ങനെ തണ്ടുള്ള നമ്മൾ ഒടിച്ചു കുത്തുന്ന എന്ത് സാധനങ്ങളും ഞാൻ വെച്ച് പിടിപ്പിക്കുന്നത് ഈ PVC പൈപ്പിലാട്ടെ. ഇത് 2 വർഷമായിട്ട് ഈ PVC പൈപ്പിൽ തന്നെ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്ന ചെടികൾ. ഇപ്പോൾ ആ PVC പൈപ്പിൽ ഇരിക്കുന്ന ആ ചെടിച്ചട്ടിയിലിരിക്കുന്ന ആ ചെടിയും ഞാൻ അങ്ങനെ തന്നെ ഈ PVC പൈപ്പിൽ നിലത്ത് വെച്ച് പിടിപ്പിച്ചിട്ട് ആ ചട്ടിയിലോട്ട് മാറ്റിയതാണ് കേട്ടോ. അതിൻ്റെ അടിയിലൊന്നും ഇല്ലെന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഇങ്ങനെ. അപ്പം ഇത് കൊണ്ട് 2 കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ നനക്കുമ്പോഴത്തേക്കും ഈ റോസ്മേരിക്കും വെള്ളം ചെല്ലും, പിന്നെ വേറെ ഉള്ളത് ആ ചെടിക്കും കിട്ടും. എന്നാന്ന് വെച്ചാൽ ആ ചെടിയുടെ ചുവട്ടിലധികം മണ്ണുമില്ല. അപ്പോൾ അത് കാരണം അവിടെ ഇരിക്കട്ടെ. ഈ വെയിലൊക്കെ അല്ലേ, അതിനും ഒരു ഷെയ്ഡ് ആവുമല്ലോ. ആ ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഈ റോസ്മേരിക്കും ഒരു ഷെയ്ഡ് ആവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ആ ചെടിച്ചട്ടിയുടെ ചുവട്ടിൽ വെക്കുന്നത്. നമ്മൾ പറയല്ലേ എന്നെ വാഴയുടെ ചോട്ടിൽ ചീര വെച്ചാൽ വാഴയും നനയും ചീരയും നനയും എന്ന് പറയുന്ന കൂട്ട് രണ്ടും ശരിയാവട്ടെ എന്ന് വിചാരിച്ചാണ് ശരിക്കും ഞാൻ അങ്ങനെ വെക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഈ 5 റോസ്മേരിയും ഞാൻ 5 എണ്ണം വെക്കുന്നുണ്ട്. 5 എണ്ണം വെച്ച് കഴിഞ്ഞാൽ അത് പിടിക്കുകയാണെങ്കിൽ ഈ 5 ഞാൻ വേറെ മാറ്റി നടുന്നത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. പിടിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ മറ്റേ ചെടീനെ മുട്ടയടിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഞാനിത് 5 എണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്ന ഇലകൾ മുഴുവൻ എൻ്റെ മോളും കട്ട് ചെയ്തുകൊണ്ട് പോയി. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ആദ്യമേ ആ ഒരെണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞ് അതിനടിയിൽ ആ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് നിറച്ച് ശിഖരങ്ങൾ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 15 ദിവസം കൊണ്ട് ഈ ആ ചെടി നന്നായിട്ട് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പം കാണുന്ന കൂട്ടല്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഡബ് ചെയ്യുമ്പോൾ എൻ്റെ ഈ റോസ്മേരി ചെടിയുടെ അകത്ത് ആ ഉള്ള ഇല പോലും ഇല്ല കേട്ടോ. മോള് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാനുള്ള ഇല എല്ലാം പറിച്ചത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന് തന്നെ വേണമായിരുന്നു കുഞ്ഞെ അതിൻ്റെ ഇല ബാക്കി പറിക്കല് എന്ന് ചോദിച്ചപ്പോൾ അവളുടെ തലയിൽ തേക്കാനില്ലാത്തതുകൊണ്ടാണ് അവൾ എടുത്തതെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ പറയാനാണ് ഞാൻ വന്നത് ഇന്ന്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പം എൻ്റെ ഈ റോസ്മേരി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.